മറ്റിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ജലജ പറയാണ്, നീ ഞങ്ങളുടെ പേരിൽ ആരോപണം ഉന്നയിക്കുന്നുണ്ടല്ലോ, എന്നെങ്കിൽ നീ തെളിവ് കാണിയില്ല ഞാൻ ആ മാല മോഷ്ടിച്ചെന്ന്. അപ്പം പെട്ടെന്നാണെങ്കിൽ മോളിൽ നിന്ന് ആദർശ് പറയാണ്, തെളിവുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി വരികയാണ്. ആദർശിനെ കാണുമ്പോഴേ ജലജയും അതുപോലെ തന്നെ അബിയും ഞെട്ടുന്നുണ്ട്. ഞാൻ ആ തെളിവ് മോൻ എപ്പം വന്നെന്ന് ജലജ ചോദിക്കുകയാണ്. ഞാൻ എപ്പോഴെങ്കിലും വന്നോട്ടെ, നിങ്ങൾക്ക് തെളിവല്ലേ വേണ്ടുന്നത്, അത് ഞാനാണ്. ഞാനെങ്കിൽ ചോദിക്കുന്നുണ്ട്, ആദർശ് എപ്പം വന്ന് ഏട്ടത്തിന്ന് ചോദിക്കുന്നുണ്ട്. അത് 2 ദിവസമായി, എല്ലാവരും ഒന്ന് സന്തോഷിക്കട്ടെ എന്ന് വിചാരിച്ച് ഞാനും മോളും മിണ്ടാതിരുന്നതാണെന്ന് പറയുകയാണ് ദേവയാനി. ഞാൻ കണ്ടായിരുന്നു നിങ്ങൾ രണ്ടുപേരും കൂടെ നയനയുടെ മുറിയിൽ കയറി സ്വർണ്ണം എടുക്കുന്നത്. അപ്പോൾ അഭി പറയാണ്, ഞാനില്ലായിരിക്കും, അമ്മയായിരിക്കും കയറിയതെന്ന് പറയാണ്. നീയും ഉണ്ടായിരുന്നു, ഞാൻ കണ്ടതല്ലേ. അപ്പോൾ ഉടനെ ജലജ ചോദിക്കുകയാണ്, നിങ്ങൾ ഞാൻ കയറിയെന്നല്ലേ പറഞ്ഞത്, അതിന് തെളിവ് വേണമെന്ന് പറയാണ്. തെളിവ് ഞാൻ തരാമെന്ന് പറഞ്ഞ് ഫോണിൽ നിന്ന് വീഡിയോ എടുത്ത് എല്ലാവരെയും കാണിക്കുന്നുണ്ട്. ഇത് കാണുമ്പോഴത്തേക്ക് എല്ലാവരും ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്. അപ്പം ദേവയാനി ജലജടുത്ത് പറയാണ്, എനിക്കിനി വയ്യ നിന്നെ അടിക്കാൻ, നിന്നെ അടിച്ചടിച്ച് ഞാൻ നാണം കെട്ട്, നീ പോയി ആ മാല എടുത്തുകൊണ്ട് വാടി, മര്യാദയ്ക്ക് എൻ്റെ മോടെ കയ്യിൽ ആ മാല കൊടുക്കാൻ പറഞ്ഞുകൊണ്ട് ദേവയാനി ചൂടാവുകയാണ്. അതിനെ പറയാണ്, ഇതിനു മുമ്പ് പല കള്ളത്തരവും നിങ്ങൾ എല്ലാവരും നിന്ന് ഞങ്ങൾ ഒളിപ്പിച്ച് വെച്ച്, ഇനി അത് വേണ്ട. ജലജയാണെങ്കിൽ ഓടിപ്പോയി മോളിൽ പോയി മാല എടുത്തുകൊണ്ട് വരികയാണ്. അപ്പോൾ മാല എടുക്കാൻ നേരത്ത് വിചാരിക്കുകയാണ്, നാശം, എല്ലാത്തിൻ്റെ എന്തൊരു അഭിനയം, 2 ദിവസമായി അവൻ ഇവിടെ വന്നിട്ട്, എന്നിട്ട് ആരും അറിഞ്ഞില്ല. എല്ലാവരും ഞങ്ങളുടെ മുന്നിൽ നന്നായിട്ട് അഭിനയിച്ച്. അങ്ങനെ സ്വർണ്ണമാല എടുത്തുകൊണ്ട് വരികയാണ്. മാല എടുത്തുകൊണ്ട് വരുമ്പോൾ ഉടനെ അബിയും ജലജയും കൂടെ പറയാണ്, ഈ കാര്യം മുത്തശ്ശനും മുത്തശ്ശി അറിയില്ല. ഈ മാല എടുത്തത് എനിക്ക് കുഞ്ഞുനാൾ തൊട്ടേ ഈ മാല ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് അമ്മ എനിക്ക് തരുമെന്ന് വിചാരിച്ച് എനിക്കിത് തന്നില്ല, അതുകൊണ്ടാണ് ഞാനിത് എടുത്തതെന്ന് ജലജ പറയാണ്. അപ്പോൾ ദേവാനി പറയാണ്, എല്ലാത്തിനും നിനക്ക് ന്യായമുണ്ട്. ഈ ആ മാല ആണെങ്കിൽ മര്യാദയ്ക്ക് മോടെ കൈ കൊടുക്കാൻ പറയാണ്. അങ്ങനെ ജലജയാണെങ്കിൽ ആ മാല നയനയുടെ കൈ കൊടുക്കുകയാണ്. അബി പറയാണ്, ഈ കാര്യങ്ങളൊന്നും മുത്തശ്ശനും മുത്തശ്ശി അറിയില്ലേ എന്ന് പറയാണ്. അപ്പം നയന പറയാണ്, എല്ലാ കാര്യങ്ങളും എല്ലാവരിൽ നിന്നും മറച്ചു വെച്ചതിൻ്റെ ഫലമാണ് ഞങ്ങൾ ഈ കടന്ന് അനുഭവിക്കുന്നത്. നിങ്ങൾ ഈ മറച്ചു വെക്കുന്നതിനനുസരിച്ച് നിങ്ങൾ കൂടുതൽ തെറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇതൊന്നും മറച്ചു വെക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദേവേനെ അടുത്ത് പറയാണ്, അമ്മേ, ഇതിനു മുമ്പ് ഒരു മാല മോഷ്ടിച്ചില്ലേ, കാണാതായി പോയില്ലേ, അത് എൻ്റെ അമ്മയുടെ ബാഗിൽ നിന്ന് കിട്ടിയില്ലേ എന്ന്. ആ മാല മോഷ്ടിച്ചത് ഈ അപ്പച്ചിയാണ്. ഇതിന് മോഷ്ടിച്ചിട്ട് ഞങ്ങളത് ഫോണിൽ ഷൂട്ട് ചെയ്ത്, അതുകൊണ്ട് അമ്മയുടെ ബാഗിൽ വെച്ചാണ്. അന്നത് ഫോണിൽ വീഡിയോ എടുത്തില്ലായിരുന്നെങ്കിൽ എൻ്റെ അമ്മ കള്ളിയായി മാറിയനെ. ആ വീഡിയോ ഇവരെയും കാണിച്ചിട്ടുണ്ട്, ഇവർക്കും അറിയാം, എനിക്കും നവ്യേച്ചിക്കും ആ കാര്യങ്ങൾ അറിയാമെന്നുള്ള കാര്യം. അപ്പോൾ ഇതും കേട്ടുകൊണ്ടാണ് നമ്മുടെ മുത്തശ്ശൻ ഇറങ്ങി വരുന്നത്. ജാനകി പറയുകയാണ്, എന്തൊരു ജന്മങ്ങളാണ് നിങ്ങൾ, എപ്പോൾ നോക്കിയാലും രണ്ടിനും കള്ളത്തരം അല്ലാതെ എന്തെങ്കിലും ഉണ്ടോ, ഇനി വീട്ടിലെങ്ങാനും എന്തെങ്കിലും സൂക്ഷിക്കാൻ പറ്റുമോ, എപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെടാം എന്ന് ജാനകി പറയുന്നുണ്ട്. എന്നിട്ട് ഇത് കേട്ടോണ്ട് ഒന്ന് ഇറങ്ങി വന്ന് മുത്തശ്ശൻ പറയാണ്, മോളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ട്, ഇവൻ ഇപ്പോൾ ഗൾഫിൽ നിന്ന് വന്നതേ ഉള്ളൂ, അതുകൊണ്ട് രണ്ടിനെയും തല്ലുന്നില്ല. ഇതുപോലൊക്കെ ഓരോ കാര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താ എല്ലാവരുടെ മിണ്ടാതിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അത് ആദർശ് പറയാണ്, അത് മുത്തശ്ശ, അന്നൊരു പ്രശ്നം ഉണ്ടാവണ്ടെന്ന് വിചാരിച്ച് ഞങ്ങൾ മിണ്ടാതിരുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചാൽ കൂടുതൽ തെറ്റുകൾ വീണ്ടും ചെയ്യാൻ ഇവർക്കൊക്കെ തോന്നും. അപ്പോൾ ദേവേനി പറയാണ്, അതുകൊണ്ട് ഞാൻ ഇപ്പം നടന്ന സംഭവം അച്ഛനോട് പറയാം എന്ന് പറയുകയാണ്. അപ്പം ജലജയാണെങ്കിൽ അവിടുത്തെ തലയൊക്കെ ആട്ടുന്നുണ്ട്. എന്താടി നീ തലയാട്ടുന്നത്, ഞാൻ പറയുക തന്നെ ചെയ്യും എന്നും പറഞ്ഞ് മുത്തശ്ശനടുത്ത് കാര്യങ്ങളൊക്കെ പറയുകയാണ്. അല്ല, മൂക്കൊരു വയറുവേദന വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ തക്കത്തിന് അമ്മയും മോനും കൂടെ നയനമ്മളുടെ മുറിയിൽ കയറി നെക്ലസ് എടുത്ത്, അമ്മ എനിക്ക് അന്ന് പരമ്പരാഗത നെക്ലസ് അത് ഞാൻ മോക്ക് കൊടുത്തായിരുന്നു, അതാണ് ജലജ എടുത്തത് എന്ന് പറയാണ്. അപ്പോൾ മുത്തശ്ശൻ പറയാണ്, അതിനർത്ഥം കള്ളം കാണിച്ചു എന്നല്ലേ എന്ന് മുത്തശ്ശൻ ചോദിക്കുകയാണ്. അപ്പം ദേവേന് പറയാണ്, അതെ. അഭിയെടുത്ത് പറയാണ്, ഇവളെ പണ്ട് തല്ലി വളർത്താതിൻ്റെ ഒത്തിരി കുഴപ്പങ്ങൾ ഇവളിലുണ്ട്, അത് ഇനി അവളുടെ അടുത്ത് പറഞ്ഞിട്ടോ ഒരു കാര്യമില്ല, പക്ഷേ നിൻ്റെ കാര്യം അങ്ങനെയല്ല എന്നും പറഞ്ഞ് ഒരൊറ്റ അടിയാൻ കൊടുക്കുകയാണ് അഭിയുടെ കാരണം നോക്കി. നിന്നെയൊക്കെ രണ്ടിനെ എന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്തിറക്കേണ്ട സമയം കഴിഞ്ഞ്, പിന്നെ നവ്യെ ഓർത്ത് മാത്രമാണ് നീ ഇവിടെ നിൽക്കുന്നത്, അത് നിനക്കൊക്കെ നന്നായിട്ട് അറിയാലേ. ഇങ്ങനെ പോവുകയാണെങ്കിൽ ആദർശേ, ഈ മൂർത്തി ഗ്രൂപ്പിൽ ഇവർക്ക് രണ്ടുപേർക്കും ഓരോ ഷെയർ വീതമുണ്ട്, അത് നമ്മൾ ഇല്ലാതാക്കും, കേട്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ അങ്ങ് പോവുകയാണ്. അത് കേട്ടപ്പോഴത്തേക്ക് 2 പേർക്ക് ടെൻഷനായി. കാരണം അവർ ഈ പണിയെല്ലാം കാണിച്ചു കൂട്ടിയത് ആ ഷെയറിന് വേണ്ടിയും ഇതിന് വേണ്ടിയാണ്. മുത്തശ്ശൻ അത് തരത്തില്ലെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് 2 പേരും ഭയങ്കര ടെൻഷനിലാണ്. അപ്പോൾ ആദർശം എന്ന് പറയാണ്, അന്ന് ദുബൈയിലാണെങ്കിൽ ഞാൻ ആ ജയിലിൽ കിടന്നതിൻ്റെ പിന്നിൽ നീയും ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്, അത് ഞാൻ ഉടനെ തെളിയിക്കും പറഞ്ഞ് ആദർശം അത് കയറിപ്പോവാണ്. അങ്ങനെ 2 പേരും പെട്ട അവസ്ഥയാണ്. ഇനി എങ്ങാനും തരാമെന്ന് പറഞ്ഞ ഷെയർ ഇല്ലാതാവുമോ എന്ന് പേടിച്ച് 2 പേരും ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. ഇനി തെറ്റ് ചെയ്ത 2 പേരും ആ വീട്ടിൽ നിന്ന് ഒരു ഷെയർ കിട്ടത്തില്ലെന്ന് 2 പേർക്കും ഉറപ്പായിട്ടുണ്ട്. അത് ഇങ്ങനെ ആലോചിച്ചിട്ട് നിന്നിട്ട് നേരെ
ദുബൈയിലുള്ള കൂട്ടുകാരനെ വിളിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പം അയാൾ പറയുന്നുണ്ട്, മൂർത്തിയുടെ സ്വാധീനം എന്താണെന്ന് മനസ്സിലാക്കിയ ദിനങ്ങളായിരുന്നു ഈ കഴിഞ്ഞു പോയത്. നീ വിഷമിക്കണ്ട, നിനക്ക് ഏൻ ജ്വല്ലറിയിൽ നല്ലൊരു പോസ്റ്റ് ഞാൻ തരുന്നുണ്ട്. അതുപോലെ നിൻ്റെ ഭാര്യ ആ ജ്വല്ലറിയിലെ നല്ലൊരു മോഡലായിട്ട് ഉയർന്നു വരട്ടെ. അതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെടും, നിങ്ങൾ പേടിക്കണ്ട. എൻ്റെ സ്ഥാപനത്തിൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ സഹായവും ഞങ്ങൾ ചെയ്തു തരുമെന്ന് പറയുകയാണ്. അപ്പം എൻ ജ്വല്ലറിയുടെ മോലാളിയാണ് അതെന്ന് തോന്നുന്നു. ആയാലും കുറച്ച് നാളത്തേക്ക് നീ അവർ പറയുന്നതും കേട്ട് അടങ്ങി ഒതുങ്ങി നിൽക്കുക, നമുക്ക് തിരിച്ച് അവസരം വരുമെന്ന് അയാൾ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അത് കേട്ട് അബി ഇങ്ങനെ വിഷമത്തോടെ ഇരിക്കുകയാണ്. ഈ സമയത്താണെങ്കിൽ നവിയാണെങ്കിൽ പാട്ട് കേട്ടുകൊണ്ട് അവിടെ ഇരിക്കുകയാണ്. അങ്ങോട്ട് അബി വരികയാണ്. എന്താണ് നിൻ്റെ മുഖം വല്ലാതിരിക്കുന്നത്? അപ്പം പറയാണ്, നമ്മൾ വിചാരിച്ച പോലൊന്നും അല്ല കാര്യങ്ങൾ. ഞാൻ ദുബൈയിൽ ഒരാൾ വഴി അവനെ ജയിലിലാക്കാൻ നോക്കിയില്ലേ, അയാളുടെ പദ്ധതി പാളിപ്പോയി. ഇപ്പം ആദർശ് ഇവിടെ ഉണ്ട്, നാട്ടിലുണ്ട്. ഉണ്ടെന്നോ? നീ താഴെ നടന്നതൊന്നും അറിഞ്ഞില്ലേ എന്ന് നവിയെടുത്ത് ചോദിക്കുകയാണ്. ഇല്ല, ആദർശ് 2 ദിവസമായി വന്നിട്ട്. അവൻ നമ്മളെല്ലാം പറ്റിച്ച് മുറിയിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോഴേ നവ്യ ചാടി അങ്ങ് എണീക്കുകയാണ്. ഞാൻ വിചാരിച്ച് അവൻ ജയിലിലാന്ന് എന്നും പറഞ്ഞ് ഞാനൊന്ന് സന്തോഷിച്ചിരിക്കുകയാണ്. സന്തോഷം പോയി കിട്ടിയല്ലോ. അപ്പം ഞാൻ എന്ത് വേണോടാ, അവർക്കെതിരെ ഒരു ജയിക്കാനുള്ള മാർഗം ഇതായിരുന്നു എന്ന് പറഞ്ഞ് സന്തോഷിച്ചിരുന്നേ. ഇനി നമ്മൾ എന്ത് ചെയ്യും എന്നും പറഞ്ഞ് നവ്യ ചോദിക്കുകയാണ്. അപ്പം അഭി പറയാണ്, നീ വിഷമിക്കണ്ട, നീ എൻ ജ്വല്ലറിലെ മോഡലായിട്ട് നന്നായിട്ട് പെർഫോം ചെയ്യും, അവരെ കൂടെ തന്നെ നിൽക്കുക, ബാക്കിയെല്ലാം നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം എന്നും പറഞ്ഞ് അവർ രണ്ടുപേരും ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇതൊക്കെയാണ് വിശേഷം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണേ.